നിന്റെ കാര്യം മാത്രം നിന്നെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിനക്ക് ബന്ധമുണ്ടായേ? എനിക്കല്ലേ കുഴപ്പം മൊത്തമുണ്ടായേ? ബോണി, ഞാൻ മമ്മിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് നല്ല അന്തസ്സായിട്ട് നിന്നെ കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു. മമ്മി ഉണ്ടെന്നല്ലേ പറഞ്ഞോളൂ, ഇങ്ങനൊരു മമ്മിയാണെന്ന് പറഞ്ഞോ? നിനക്ക് പറയാനുള്ളത് നീ ആക്ച്വലി പറഞ്ഞു ഈ നാട്ടിലെ എല്ലാവരും അറിഞ്ഞില്ലേ? നീ ഒരു കാര്യം ചെയ്യും, ഒരു 10 വരെ കൂട്ടിട്ടോ, എന്നിട്ട് നിനക്ക് എന്ത് എക്സ്പെരിമെന്റ് ആണെന്ന് വെച്ചാൽ കണ്ടക്ട് ചെയ്തിട്ട് നിന്റെ മറ്റവന്മാരുടെ ഒക്കെ സംശയം പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഈ കഥ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? എനിക്ക് ഡൗട്ട് നീയും പ്രേതമാണോന്നാ. മോനെ, നീ നിന്റെ അധിപതിയും കൊണ്ട് ഇവിടെ ഇരുന്നാ മതി. ഇനി കൂടുതൽ നീ കാണിച്ചാൽ നിന്റെ അടവുകളെ പറ്റി ഞാൻ മമ്മിയെടുത്ത് പറഞ്ഞു കൊടുക്കും. നഴ്സറി പിള്ളേരെ പോലെ എന്ത് പറഞ്ഞാൽ മമ്മിയുടെ പറഞ്ഞു മമ്മീനെ പിച്ചി മമ്മീനെ മാന്തി നാണാവൂലേ? വിളിക്ക് നിന്റെ മമ്മീനെ വിളിക്ക്. വരട്ടെ, വിളിക്ക് വരട്ടെ മമ്മി വരട്ടെ. എന്താ വിളിക്കുന്നില്ലേ? എനിക്കും ചിലത് പറയാനുണ്ട്. മോനെ, നിനക്ക് ഉറപ്പാണോ? നല്ല സീരിയസ് ആണ്. മമ്മി വരട്ടെ കൂടി വന്ന എനിക്കിട്ട് 2 ഏററിയും. ഐ ആം വെയിറ്റിംഗ്. ഇനി ഇക്കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞതും ആ കള്ള സർട്ടിഫിക്കറ്റും ഒക്കെ ഇവന്റെ ഐഡിയ മമ്മി. I can explain, mommy. തള്ള റെസ്റ്റ് എടുക്കാൻ പോയോ? നോക്കൂ, ഇതാണോ ബോണിച്ചായൻ ഉദ്ദേശിച്ച ഈ മോഡേൺ ലുക്ക്? എന്റെ അമ്മയുടെ മോഡൽ ലുക്ക് എങ്ങനെയാണോ? കഴുത്ത് വേദനിക്കുന്നുണ്ടോ? നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ഓക്കെ മോനിത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 3 മാസമല്ലേ ഉള്ളൂ. കഴിഞ്ഞ 22 കൊല്ലമായിട്ട് ഞാനിത് അനുഭവിച്ചോണ്ടിരിക്കുക. യെസ്, എക്സാക്ട്ലി. ഇനി ഡിവോഴ്സ് ചെയ്ത് പോകാൻ പറ്റൂല. എല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റുമോ? അതും പറ്റൂല. ഫോർ മൈ ഡോട്ടർ. എനിക്കറിയാം പാപ്പയ്ക്ക് സ്നേഹത്തിനോടുള്ള സ്നേഹം. യെസ്, ലൈഫിൽ ചെറിയ കോംപ്രമൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. അവളുമായിട്ടുള്ള സഹവാസം കാരണം എന്റെ മ്യൂസിക് വരെ മുരടിച്ചു പോയി. അത് ഈ കൂട്ടത്തിൽ കയറ്റിവിടുണ്ടായിരുന്നു. ബില്ല് മധ്യമുള്ള സ്ഥലത്ത് ഞങ്ങൾ ഇനി ഇരിക്കൂല. അതെ, അല്ലെങ്കിൽ 3 എന്റെയും കണക്ക് തുടങ്ങി. എന്താ വേണേ? വീടെത്തി. എത്ര പെട്ടെന്ന് എത്തിയാ? പപ്പനെ തോളത്തടിക്കട്ടെ? എന്റെ തോളത്ത് വേണോ? നൈസായിട്ടിരുന്നോ? നമ്മുടെ രണ്ടുപേരുടെയും അവസ്ഥ ഏകദേശം ഒരുപോലെയാണ്. വെരി സിമിലർ. നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരല്ലേ? അല്ലേ? കാര്യം മാത്രമേ പറയാനുള്ളൂ. രാത്രിയൊക്കെ എനിക്ക് പകലുപോലെയാണ്, പകലൊക്കെ രാത്രി. അങ്ങനെ ചെയ്യരുത്. വിഷമമായ? ഇല്ല, ഒട്ടുമില്ല. ഒരു എന്റെ അവസ്ഥ എനിക്കറിയാം.
ചായ കടി വേണ്ടപ്പാ. സമ്മതിക്കണം, 22 വർഷം ഒരു ജീവിതമല്ലാതെ ഈ മനുഷ്യൻ. ഈ സാമൂല ബോണിക്ക് പറ്റൂല. തള്ളേ കേറിയപ്പോ തന്നെ ഉപദ്രവിച്ചല്ലേ നിങ്ങൾ എന്നെ. നിങ്ങൾ മനസ്സിലാക്കും. പോയി മാറ്റ് വെച്ചുള്ള നിങ്ങളുടെ കളി അവസാനിച്ചില്ലല്ലോ ഇതുവരെ. ഏയ് മമ്മേ, നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ. നിങ്ങളുടെ അവസാനമാണ്. മമ്മി ദ എൻഡ്. സ്റ്റെപ്പി സ്റ്റെപ്പി സ്റ്റെപ്പി. എണീപ്പിക്കണ്ട. എണീച്ചാലും ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. നനഞ്ഞ ചെരുപ്പിട്ട തള്ള നിങ്ങൾ എന്നെ മൂക്കി കേട്ടോ? ലോകത്തൊരു തള്ളാരും കാണിക്കാത്ത പരിപാടിയല്ലേ നിങ്ങൾ കാണിക്കുന്നത്? ആത്മാവെന്ന് വെച്ചൊരു മര്യാദയൊക്കെ വേണം. ആ ഒരു റൂൾസ് കാണിച്ചു തരാം ഞാൻ. തള്ള, നിങ്ങളുടെ ഈ വീട്ടിലുള്ള ആധിപത്യം ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി ഞാനാണ് ഇവിടെ കിങ്. എതിർക്കാൻ ശേഷി ഉണ്ടെങ്കിൽ ഞാൻ കാണട്ടെ. ആ പാവ മനുഷ്യന്റെ 22 വർഷം കാണുന്നില്ലല്ലോ. അടുക്കള കയറി ഒളിച്ചിരിക്കുകയായിരിക്കും. 20 സെക്കൻഡ് അല്ല, 20 ദിവസം ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ടാ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? നിങ്ങളുടെ മോളെ ഞാൻ സയന്റിസ്റ്റ് അല്ല ആക്കാൻ മോളെ. എന്റെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ പട്ടീനെ കുളിപ്പിക്കും, പട്ടീനെ എന്നിട്ട് പെടുപ്പിക്കും, പട്ടിയുടെ കാട്ടുപിടിപ്പിക്കും, പട്ടിയുടെ ഡെലിവറി വരെ അവളെ കൊണ്ടെടുപ്പിക്കും. എന്ത് ചെയ്യും നിങ്ങൾ എന്നെ? പറ, എന്ത് ചെയ്യും നിങ്ങൾ എന്നെ? വീട്ടില് ചിട്ടയായിട്ട് സാധനങ്ങൾ അടുക്കി വെക്കണം അല്ലേ? ഷൂ ഞാൻ കയ്യിലിടും, കാലിലിടും. എവിടെ പോയി കിടക്കുവാ? ഓ, രാവിലെ പോലെ മേശയും കസേരയൊക്കെ വലിച്ചെറിഞ്ഞ് ക്ഷീണിച്ചിരിക്കുമായിരിക്കും അല്ലേ? അപ്പൊ ഓക്കെ, ബോണി കിടക്കുവാ. ഗുഡ് നൈറ്റ്. ബോണി